കോഴിക്കോട് മുണ്ടുപാലത്ത് യുവാവിനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ ദുരൂഹത. ഇരിങ്ങല്ലൂർ സ്വദേശി ഷെരീഖിനെ തലക്കടിച്ചു കൊന്നുവെന്ന് സുഹൃത്ത് മുഹമ്മദ് അഷ്റഫ് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിരുന്നു. പോലീസ് പരിശോധനയിൽ കൊലപാതക ലക്ഷണങ്ങൾ കണ്ടെത്തിയില്ല. ലഹരി ഉപയോഗം മൂലമുള്ള മരണമെന്നാണ് സംശയം. വിവരങ്ങളുമായി അനഘ ചേരുന്നു. അനഘ, അതായത് സുഹൃത്ത് പറയുന്നത് തലക്കടിച്ച് കൊലപ്പെടുത്തി എന്നുള്ളത്, പക്ഷേ അവിടെ എത്തിയപ്പോൾ കൊലപാതക ലക്ഷണങ്ങളില്ല. പക്ഷേ ലഹരി ഉപയോഗം സംബന്ധിച്ചുള്ള ഈ സൂചനകൾ ഉണ്ട് താനും. എന്താണ് പോലീസ് പറയുന്നത്? എന്തായാലും കോഴിക്കോട് മുണ്ടുപാലത്തെ യുവാവിന്റെ മരണത്തിലാണ് ദുരൂഹത വർദ്ധിക്കുന്നത്. സുഹൃത്ത് പറയുന്നത് താൻ തലക്കടിച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ്. ഇത് സംബന്ധിച്ച് ഈ സുഹൃത്തായ മുഹമ്മദ് അഷ്റഫ് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പോലീസ് അവിടെ എത്തി പരിശോധിക്കുമ്പോൾ ഇയാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത് കൊലപാതകമാണ് എന്ന് കണ്ടെത്താൻ സാധിച്ചില്ല. പക്ഷേ ലഹരി ഉപയോഗം മൂലമുള്ള മരണം എന്ന സംശയം ഉണ്ട്. അനഖയിലേക്ക് അനഖ പറയും. രാഖി, ഇന്ന് രാവിലെയാണ് ഈ യുവാവിനെ ഷെരീഖിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ ഷെരീഖിനെ മരിച്ചു എന്ന് ആദ്യം തന്നെ ഇദ്ദേഹത്തിന്റെ സുഹൃത്താണ് പോലീസ് സ്റ്റേഷനിലെത്തി പറയുകയും ചെയ്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തി വരികയാണ്. ഈ പ്രദേശത്തെ CCTV ദൃശ്യങ്ങളൊക്കെയാണ് പോലീസ് ആദ്യഘട്ടത്തിൽ തന്നെ പരിശോധിച്ചു വരുന്നത്. അതായത് ഈ സുഹൃത്തായിട്ടുള്ള മുഹമ്മദ് പറഞ്ഞത് താനാണ് ഈ ഷെരീഖിനെ കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ്, മർദ്ദിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അങ്ങനെ മർദ്ദനത്തിന്റെ സാഹചര്യമൊന്നും ആ പ്രദേശത്ത് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ഈ പോലീസിന്റെ സംഘം പ്രദേശത്തെത്തി പ്രദേശത്തെ CCTV ദൃശ്യങ്ങളൊക്കെ വിശദമായി പരിശോധിക്കുന്നത്. അതായത് ഈ വീട്ടിലേക്ക്, ഇതൊരു വാടക വീടാണ്, ഈ വീട്ടിലേക്ക് പുറത്തുനിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടോ, ഈ രണ്ടുപേരല്ലാതെ മൂന്നാമതൊരാൾ ആ പ്രദേശത്ത് ഉണ്ടായിരുന്നു എന്നാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന കാര്യത്തിലൊക്കെ തന്നെ അല്പസമയത്തിനകം വ്യക്തത വരികയുള്ളൂ. ഈ ഷെരീഖിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആരംഭിച്ചിട്ടുണ്ട്. എന്നാലും ഇപ്പോൾ ഈ ഒരു വലിയ ദുരൂഹത നിറഞ്ഞൊരു കേസാണ്. സുഹൃത്ത് തന്നെ വന്ന് പറയുന്നു താനാണ് തന്റെ സുഹൃത്തായിട്ടുള്ള ഷെരീഖിനെ കൊലപ്പെടുത്തിയതെന്ന്. പക്ഷെ പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ അങ്ങനെ ഒരു കൊലപാതകമാണ് എന്ന് തെളിയിക്കാൻ കഴിയുന്നില്ല. ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് വ്യക്തത വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അമിതമായ അളവിൽ ലഹരി ഉപയോഗിച്ചതാകാം ഒരുപക്ഷെ മരണത്തിന് കാരണം. അങ്ങനെയെങ്കിൽ ഈ ലഹരി എവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്, ലഹരി മാഫിയയ്ക്ക് ഈ കൊലപാതകത്തിൽ ബന്ധമുണ്ടോ, അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഉയർന്ന സാഹചര്യം കൂടിയാണ്. എന്തായാലും ഈ കൊല്ലപ്പെട്ട ഷെരീഖിന്റെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരി അനഘ.